പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം അതിസമ്പന്ന യോഗം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വളരെ അനുകൂലം. ഇനി അങ്ങോട്ടുള്ള ദിവസം ഇത് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ അനുകൂല ഫലമെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയേണ്ടത്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സമയം അനുകൂലമാണ്. മനസ്വസ്ഥത വർദ്ധിക്കും. ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗശമനം കണ്ടു തുടങ്ങും. അലച്ചിലും ബുദ്ധിമുട്ടും കുറഞ്ഞു തുടങ്ങും. സ്ഥാനക്കയറ്റവും ആദരവും ലഭിക്കും. കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും. ശത്രുക്കൾ ശക്തി പ്രാപിക്കും എങ്കിലും ഇവരിൽ നിന്ന് വലിയ ശല്യം ഉണ്ടാകില്ല. ശരീരക്ഷീണവും കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും. ഭൂമിയുടെ കച്ചവടം നടക്കും. കുൽസിത മാർഗത്തിലൂടെ ധനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ശാന്തി ദുർഗാ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം സംജാതമാകും. ധനനേട്ടങ്ങൾക്കും ഇടയുണ്ട്. അന്യരിൽ നിന്ന് ചതിവ് പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. നേത്രരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾക്കും ഇടയുണ്ട്. ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സാധിക്കും. അനാവശ്യ ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വാക്കുദോഷം പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരത്തിൽ മാന്യത പുലർത്തണം. ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ വലിയ സന്തോഷ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടുമെങ്കിലും അവിചാരിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം സംജാതമാകും. ധനനേട്ടങ്ങൾക്കിടയുണ്ട്. കലഹം മൂലം ബന്ധുജനങ്ങളുമായിട്ട് അകലേണ്ടതായിട്ട് വരും, ശ്രദ്ധിക്കുക. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിവരും. ചില സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. വാതരോഗം കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായി ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ഉള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. ജന്തുക്കളുടെ ഉപദ്രവം ഏൽക്കാൻ ഇടയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. മരണതുല്യമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ വഴിപാടുകൾക്ക് ഫലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ ചില വഴികൾ ഇന്നത്തെ ദിവസം തന്നെ ഇവർക്ക് ലഭിക്കും. ചിലവുകളൊക്കെ കുറഞ്ഞു തുടങ്ങും. വാക്കുദോഷം മൂലം കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ സ്ഥലത്തെ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികളിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൂക്ഷ്മത പുലർത്തേണ്ട സമയമാണ്. വിശേഷപ്പെട്ട അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. കാലുവേദന, നടുവേദന തുടങ്ങിയവ ശ്രദ്ധിക്കണം. വീഴാൻ ഉള്ള സാധ്യതകൾ കൂടി കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ
ശ്രീ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരുന്ന ദിവസങ്ങളാണ്. കലഹവാസനകളൊക്കെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങും. ആഹാര സാധനങ്ങളിൽ എരിവ് രസങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കണ്ണിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. സ്വതന്ത്ര മനോഭാവമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. വിവാഹ ആലോചനകൾക്കുള്ള മുടക്കം നീങ്ങിവരും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. പുതിയ ബന്ധുജനങ്ങൾ ഉണ്ടാകും. മക്കളെക്കൊണ്ട് സമ്മിശ്ര ഫലമായിരിക്കും. വന്ധ്യതാ ചികിത്സകൾക്ക് ഫലം കാണും. മനസ്സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ വലിയ വലിയ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഇവർക്ക് വരുന്നത്. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുക. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. തർക്കവിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ടുള്ള ആദി കുറഞ്ഞു തുടങ്ങും. ഒടിവ്, ചതവ്, മുറിവ്, വ്രണങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ചില ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് കരകയറും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. കലഹങ്ങളിൽ നിന്ന് കരകയറും. മാനക്ഷയം, അപമാനം തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിലും മനസ്സിലും സ്വസ്ഥമായ അന്തരീക്ഷമായിരിക്കും. എല്ലാവരോടും കലഹമനോഭാവമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദമ്പതികൾ വേർപിരിഞ്ഞ് താമസിക്കുന്നവർക്ക് ഒരുമിക്കാൻ ഉള്ള സാധ്യതകൾ ഉണ്ട്. ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. എല്ലാ കാര്യത്തിലും സാമർഥ്യത്തോടെ ഇടപെട്ട് വിജയിപ്പിക്കാനാകും. ബുദ്ധിസാമർഥ്യവും വാക്ക് സാമർഥ്യവും പ്രകടമാക്കും. വാതരോഗങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ ഇവ ശ്രദ്ധിക്കണം. പലവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും കരകയറും. മനസ്സിലുള്ള ചില പഴയ സംഭവങ്ങളുടെ കാരണങ്ങൾ തിരുത്തേണ്ടതായിട്ട് വരും. കർമ്മരംഗത്ത് നിന്ന് ചില അപ്രതീക്ഷിത ഭാഗ്യ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ ദിവസങ്ങൾ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. കർമ്മരംഗം സമ്മിശ്രമായിരിക്കും. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. കലഹഭയം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലഹിക്കാനിടയുണ്ട്, ശ്രദ്ധിക്കുക. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. മനസ്സന്തോഷം ലഭിക്കും. എല്ലാത്തിനും സംശയം മുന്നിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. ആരോഗ്യം പൊതുവെ മെച്ചമാകും. നാൽക്കാലി വളർത്തലും അവയുടെ കച്ചവടവും ലാഭത്തിലാകാൻ സാധ്യതയുണ്ട്. കടങ്ങൾ കുറച്ചൊക്കെ തീർക്കാനാകും. മറ്റ് കച്ചവടക്കാർക്കൊക്കെ മന്ദതയുണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവോണം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇന്നേ ദിവസം സാമ്പത്തിക നേട്ടങ്ങളുടെ കാലമാണ്. ധന അഭിവൃദ്ധിയും ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ശരീരത്തിന് ചടവും അലസതയും ഉണ്ടാകും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വീടിനായിട്ട് ശ്രമിക്കാം. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഉപാസനകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. മക്കൾക്ക് തുല്യരായവരുടെ രോഗാരിഷ്ടതകൾ ആശങ്ക ഉണ്ടാക്കും. തൊഴിൽ രംഗം മോശപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ പെരുമാറ്റത്തിലെ വിഷമങ്ങൾ മാറിക്കിട്ടും. അവർ അനുകൂലമായിട്ട് സഹകരിക്കും.
വിദ്യാർത്ഥികൾക്ക് അലസത കുറഞ്ഞു തുടങ്ങും. കലാകാരന്മാരെ മികച്ച അവസരങ്ങൾ തേടിയെത്തും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളിക്കിവർ കുരുതി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.